കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാനൊരു കഥ പറയാം. നമ്മെ നൊമ്പരപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു കഥ. കഥയുടെ പേര് ഒറ്റപ്പെടുന്നവർ. ആ കറുത്ത വില കൂടിയ കാർ ഒരു വലിയ കെട്ടിടത്തിന് മുന്നിൽ നിർത്തി. ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങി മുന്നോട്ടു നടന്നു. കൂടെ ആ വൃദ്ധനും ഉണ്ടായിരുന്നു. അയാൾ ചുറ്റും നോക്കി. വിശാലമായ മുറ്റവും പൂന്തോട്ടവും താമരക്കുളവും ഒക്കെയുള്ള ഒരു വലിയ കെട്ടിടം അയാൾക്ക് അവിടെ വലിയ ഇഷ്ടമായി. വൃദ്ധനെന്ന് പറയേണ്ട, മുത്തശ്ശനെന്ന് പറയാം, അതാണ് ഉചിതം. മുത്തശ്ശൻ അവിടെയെല്ലാം അതിശയത്തോടെ നോക്കി. എന്തിനാവും തന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്തു ഭംഗിയുള്ള സ്ഥലം! മുത്തശ്ശൻ മനസ്സിലോർത്തു. തന്റെ ഏക മകനെ കുറിച്ചോർത്ത് മുത്തശ്ശൻ സന്തോഷിച്ചു. എന്തു സ്നേഹമാണ് അവന് തന്നോട്! അവർ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് റിസപ്ഷനിസ്റ്റിന്റെ അടുത്തെത്തി. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, എന്താ പേര്? എത്രയാ വയസ്സ്? ചെറുപ്പക്കാരൻ മടിച്ചു കൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛൻ. പേര് രാമൻകുട്ടി. വയസ്സ് 75. വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല. ഞാനും കുടുംബവും അങ്ങ് ദൂരെ പട്ടണത്തിലാണ് താമസിക്കുന്നത്. അവിടെയൊന്നും മറ്റൊന്നും ശരിയാവില്ല. പോരാതെ പ്രഷറും ഷുഗറും ഒക്കെയുണ്ട്. ഇവിടെയാണെങ്കിൽ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാൻ ഒത്തിരി ആളുണ്ടല്ലോ. എല്ലാം ശരിയാന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് റിസപ്ഷനിസ്റ്റ് ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഏത് റൂമാ വേണ്ടേ? AC വേണോ നോൺ AC വേണോ? ഭക്ഷണം എന്താ വേണ്ടേ? വെജ് വേണോ നോൺ വെജ് വേണോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു കുറവും എൻ്റെ അച്ഛന് വരുത്തിക്കൂടാ. ടിവിയും മേശയും ഒക്കെയുള്ള ഒരു വലിയ മുറി തന്നെ തയ്യാറാക്കിക്കോ. ഭക്ഷണം അത് ആവശ്യമില്ലാതെല്ലാം കൊടുക്കണേ. ആവശ്യമുള്ള പൈസ കൃത്യസമയത്ത് തന്നെ ഞാൻ അയച്ചോളാം. ഇത്രയും പറഞ്ഞ് ചെറുപ്പക്കാരൻ തിരിച്ച് കാറിനടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ സാധനങ്ങൾ എടുക്കാൻ. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു. അപ്പോൾ അതാ ഒരു ഫാദർ ആ വഴി കടന്നുപോയി. ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ അയാൾ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു കുറെ നേരം എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു. കാറിൽ നിന്ന് സാധനങ്ങളുമായി തിരിച്ചെത്തിയ ചെറുപ്പക്കാരൻ ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്റെ അച്ഛനെ അറിയാം? ഫാദർ പറഞ്ഞു, അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും ഒരു അനാഥ ബാലനെ ദത്തെടുത്തിരുന്നു നിന്റെ അച്ഛൻ. അത് നിന്നോട് പറയരുതെന്നും എന്നോട് പറഞ്ഞിരുന്നു. നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടെ പോയിക്കോളൂ. നിന്റെ അച്ഛനെ ഞങ്ങൾ നല്ലവണ്ണം നോക്കിക്കോളാം. ഇത്രയും പറഞ്ഞ് ഫാദർ നടന്നു നീങ്ങി. അയാൾ ലജ്ജിച്ചു തലതാഴ്ത്തി നിന്നു. എന്നിട്ടു പൊട്ടിക്കരഞ്ഞ് ഓടിച്ചെന്ന് തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എന്നോട് ക്ഷമിക്കണേ. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നാം വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നു, തെരുവുകളിൽ തള്ളുന്നു. അരുത്, ഒരിക്കലും അരുത്. വാർദ്ധക്യം അതൊരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. നാം എല്ലാവരും ഒരിക്കൽ എത്തിച്ചേരുന്ന അവസ്ഥ. അതിനെ അവഗണിക്കരുത്, ചേർത്ത് പിടിക്കണം. നന്ദി, നമസ്കാരം.